യെസ്, ഫൈനലി അങ്ങനെ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ ആഗ്രഹിച്ച ഒരു പരിശീലകൻ ദേശീയ ടീമിൻ്റെ പരിശീലക സ്ഥാനത്തേക്ക് എത്തുന്നു. മറ്റാരുമല്ല, മനോല മാർക്കസ് റോക്ക എന്ന് പറയുന്ന സ്പാനിഷ് പരിശീലകൻ. നമുക്കറിയാം, കുറേ നാളുകളായിട്ട് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു പേരാണ്. പ്രത്യേകിച്ച് ഗോർഷി മാച്ച് പോയ സ്ഥിതിക്ക് അദ്ദേഹം വരുമോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നിലനിന്നിരുന്നു എന്നുള്ളതാണ്. എന്താണെങ്കിലും അപ്പോൾ അവസാന പേരുകൾ എന്ന നിലയിൽ പറഞ്ഞിരുന്നത് ഇപ്പോൾ ഹബാസ് ഓർ മനോല വരുമെന്നാണ്. ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഓൾറെഡി വീഡിയോ ചെയ്തതുമാണ്. അപ്പോൾ പിന്നീടാണ് ഈ ഒരു വാർത്ത വരുന്നത്. ഞാൻ വീഡിയോ മറ്റേത് ഇടുന്നതിന് തൊട്ട് മുമ്പ് ആ ഒരു കാര്യം കണ്ടു. പിന്നെ ആ ഒരു വീഡിയോയ്ക്ക് പ്രസക്തി ഇല്ലല്ലോ, കാരണം മനോല എന്ന് പറയുന്ന ഒരു കാര്യം ഏറെക്കുറെ തീരുമാനമായി കഴിഞ്ഞു എന്നുള്ളതാണ്. എന്താണെങ്കിലും കാര്യത്തിലേക്ക് വരുമ്പോൾ അവസാനം ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള പേരുകൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മനോല മാർക്കസ്, അന്റോണിയോ ലോപ്പസ് ഹബാസ്, അതുപോലെ സഞ്ജോയ് സെൻ എന്നീ പേരുകളാണ്. ഇതിൽ സഞ്ജോയ് സെൻ എന്ന് പറഞ്ഞ ഇന്ത്യക്കാരനാണ്. ഇദ്ദേഹം യുഎഫ പ്രോ ലൈസൻസ്ഡ് കോച്ചൊക്കെയാണ്. മോഹൻ ബഗാന് മുമ്പ് ട്രോഫി ഐ ലീഗിൽ ഒക്കെ വിൻ ചെയ്യിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം കുറച്ച് നാളുകളായിട്ട് ഒരു ഹെഡ് കോച്ച് എന്ന നിലയിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഹബാസിലേക്ക് വരുമ്പോഴത്തേക്കും അദ്ദേഹവും ISL ഏറ്റവും കൂടുതൽ മത്സരമൊക്കെ പരിശീലിപ്പിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പം പ്രായസംബന്ധമായിട്ടുള്ള എന്തൊക്കെയോ ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് ആ ഒരു ആർട്ടിക്കിളൊക്കെ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പം അതുകൊണ്ടുള്ള ഇഷ്യൂസാണ് അദ്ദേഹം, അല്ലെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം ആയിരുന്നേനെ എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് വന്നിരുന്നത്. എന്താണെങ്കിലും ആ സാഹചര്യത്തിൽ മനോല മാർക്കസ് ആ ഒരു ഹെഡ് കോച്ച് കുപ്പായത്തിൽ നാഷണൽ ടീമിനെ ലീഡ് ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്താണെങ്കിലും ഒരു കാര്യം, 3 വർഷത്തെ കോൺട്രാക്റ്റാണ്. അതിനോടൊപ്പം തന്നെ ഈ വർഷം അദ്ദേഹം ഗോവയുടെ പരിശീലകനായിട്ട് തുടരും എന്നുള്ളതാണ്. അതായത് 2024-25 സീസണിൽ ISL ഗോവയുടെ പരിശീലക സ്ഥാനത്ത് കൂടി അദ്ദേഹം ചെയ്യും. 2 ജോലികൾ അറ്റ് എ ടൈം അദ്ദേഹം ഈ ഒരു അവസ്ഥയിൽ ചെയ്യും എന്നുള്ളൊരു കാര്യമാണ് ഇതിലുള്ളത്. ഇപ്പോൾ പലർക്കും ഒരു സംശയം ഉണ്ടായിരിക്കും, ഇത് എങ്ങനെ നടക്കും? നാഷണൽ ടീമിൻ്റെ കോച്ചും അല്ലെങ്കിൽ ക്ലബിൻ്റെ കോച്ചും അതിൽ പ്രശ്നങ്ങളൊക്കെ ഇല്ലേ? പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എങ്കിലും, പക്ഷേ ഇത് മുമ്പൊക്കെ ഫുട്ബോൾ നടന്നിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. അതായത് മുമ്പ് ഇപ്പോൾ വേൾഡ് ഫുട്ബോളിൻ്റെ തന്നെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അത് നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഏറ്റവും അടുത്ത് കണ്ടതിപ്പോൾ എനിക്ക് സ്ലോവാക്കിയയിലോ എന്തോ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബംഗ്ലാദേശിൽ ബഷുന്ധര കിങ്സിൻ്റെയും നാഷണൽ ടീമിൻ്റെയും കോച്ചായിട്ട് ഒരാൾ നടന്നിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ ആർമാൻഡോ കൊളാക്കോ നാഷണൽ ടീമിൻ്റെ കോച്ചും അന്ന് ഡെമ്പോയുടെ കോച്ചും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു സമയത്താണ് എന്ന് തോന്നുന്നു ഖത്തറിനെ ഇന്ത്യ പരാജയപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. സോ അങ്ങനെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും ഒരു സംശയം, ഇതൊരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാകുമോ എന്നുള്ളതാണ്. ഇപ്പം ഇടക്കാലത്ത് ഇപ്പോൾ വുമൻസ് ടീമിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ. സോ ക്ലബിൻ്റെയും കോച്ചിൻ്റെയും ഇന്നൊരു ക്ലബ്ബിൽ കളിക്കുന്നവർക്ക് പ്രിഫറൻസസ് ഉണ്ടാകുമോ എന്നുള്ളത്. അപ്പം എനിക്ക് തോന്നുന്നത് ഇതൊരു ദീർഘകാലം അല്ലാത്തതുകൊണ്ട്, കാരണം ഈ ഒരു വർഷത്തോടുകൂടി ചിലപ്പം ഇടയ്ക്ക് വെച്ച് തന്നെ ഗോവ വിടാനുള്ള സാധ്യതകളൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അതിനുള്ളൊരു സാഹചര്യം ഉണ്ടോ എന്നുള്ളത്. പിന്നെ ഈ ഒരു മനോല മാർക്കസ് എന്ന് പറയുന്ന ഒരു പരിശീലകനിലേക്ക് വരുമ്പോൾ തന്നെ അദ്ദേഹം സ്വന്തം ടീമിലെ പ്ലേയേഴ്സിനെ പോലും ചിലപ്പം ISLൻ്റെ ഒരു മത്സരശേഷമൊക്കെ വിമർശിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. വളരെ വ്യക്തമായിട്ട് വിമർശിക്കുന്ന ഒരു കോച്ചാണ്. അപ്പം ആ ഒരു തരത്തിലുള്ളൊരു ആറ്റിറ്റ്യൂഡുള്ളൊരു മനുഷ്യനാണ് എന്നുള്ളത് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ഈ ഒരു സാഹചര്യം കൂടി വരുന്നത്. അദ്ദേഹം ഒരു 55 വയസ്സുകാരനായിട്ടുള്ള ഒരു പരിശീലകനാണ്. ബാഴ്സലോണയിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ്. സോ ഇദ്ദേഹം മുമ്പ് UD പാൽമാസിൻ്റെയും അല്ലെങ്കിൽ എസ്പാനിയോൾ ബിയുടെയൊക്കെ പരിശീലകനായിരുന്നു. പ്ലെയർ എന്ന നിലയിൽ അദ്ദേഹം സ്പെയിനിലൊക്കെ തന്നെയാണ് കളിച്ചിട്ടുള്ളത്. പിന്നീടാണ് ഈ കോച്ചിങ് കരിയറിലോട്ട് വരുന്നത്. 18 വർഷത്തെ കോച്ചിങ് കരിയറുണ്ട്. അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നത് വളരെ രസകരമായിട്ടുള്ള ഒരു സംഭവമാണ്. ഒരു ബട്ടർഫ്ലൈ എഫക്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആണെങ്കിലും അദ്ദേഹത്തിന് അതിന് മുമ്പ് ഒരു ഏഷ്യൻ എക്സ്പീരിയൻസ് തായ്ലൻഡിലാണ്. സോ ഇന്ത്യയിലേക്ക് വരുന്നൊരു സമയത്ത് ആദ്യം നമുക്കറിയാമല്ലോ, ഹൈദരാബാദിൻ്റെ കോച്ചായിട്ട് വരേണ്ടിയിരുന്നത് ആൽബർട്ട് റോക്കയായിരുന്നു. അപ്പം അദ്ദേഹം പെട്ടെന്ന് ബാഴ്സലോണയുടെ ഒരു കോച്ചിങ് സ്ഥാനത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യം വന്നു. റൊണാൾഡോ ഗൂമൻ്റെ അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ കണ്ടീഷനിങ് കോച്ച് എന്ന നിലയിലേക്ക്. അപ്പം ആ ഒരു സാഹചര്യത്തിലാണ് ആൽബർട്ട് റോക്ക തന്നെയാണ് ഇദ്ദേഹത്തെ ആ ഒരു കോച്ച് എന്ന നിലയിലേക്ക് പരിഗണിക്കാനായിട്ട് പറയുന്നത്. ഇദ്ദേഹം വരുന്നതും പിന്നീട് നടന്നതൊക്കെ ചരിത്രമാണ്. ഇപ്പോൾ ISLൽ ഹൈദരാബാദിനോടൊപ്പം ട്രോഫി സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗോവയിൽ വരുമ്പോൾ പോലും അദ്ദേഹത്തിന് നല്ലൊരു സക്സസ് ഉണ്ട്. എപ്പോഴും ചാമ്പ്യൻഷിപ്പിൽ ബാറ്റിൽ ചെയ്യുന്ന ഒരു ക്ലബ്സൊക്കെ ആയിട്ട് അദ്ദേഹത്തിൻ്റെ അണ്ടറിലുള്ള ക്ലബ്സിനെ മാറ്റാൻ സാധിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൈദരാബാദ് FC അല്ലെങ്കിൽ ഗോവയിൽ കണ്ടിട്ടുള്ള ഒരു ടീമിന് അല്ലെങ്കിൽ ഒരു സ്റ്റൈൽ ഓഫ് പ്ലേ ഒന്നും നമ്മൾ ഒരിക്കലും നാഷണൽ ടീമിൽ എക്സ്പെക്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, വിദേശ താരങ്ങൾ എന്ന് പറയുന്ന ഒരു മേജർ പൊസിഷനിൽ കളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്കൊരു വലിയ ടൈമുണ്ട്, പ്രീ സീസൺ പീരീഡ്, അല്ലെങ്കിൽ അവരുടെ ടീം എപ്പോഴും ഒന്നിച്ചായിരിക്കും എന്നുള്ളതാണ്. പിന്നെ കളിക്കേണ്ടത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ISL ക്ലബ്സിനെ തന്നെയാണ് എന്നുള്ളതാണ്. പക്ഷേ ഇവിടേക്ക് വരുമ്പോഴത്തേക്കും ഒരു ചെറിയ ഇപ്പോൾ ഒരു 1 വീക്കിൻ്റെ ഒരു പീരീഡിലായിരിക്കും ഇവിടെ കളിക്കേണ്ടി വരുന്നത്. കളിക്കുന്നത് മുഴുവൻ ഇന്ത്യൻ താരങ്ങളായിരിക്കും. അപ്പോൾ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ സമയക്കുറവൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കളിക്കേണ്ടത് ആരെയാണ്? ഏഷ്യയിൽ തന്നെ ചിലപ്പം ടോപ്പ് ലെവലിലുള്ള കൺട്രീസിനെതിരായിരിക്കും. അപ്പം ഇങ്ങനത്തേക്ക് ഒരു ഫാക്ടേഴ്സ് എല്ലാവരുടെ ഒരു മനസ്സിലുണ്ടാകും. കാരണം മനോല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് ഇനി ഇന്ത്യൻ ഫുട്ബോൾ മാറും എന്നുള്ളതൊന്നും പ്രതീക്ഷിക്കരുത്. ഈ ഒരു ഫാക്ടർ കൂടിയുണ്ട്. അത് എങ്ങനെ അതിനെ
ഓവർകം ചെയ്യുന്നു എന്നുള്ളത് ഞാനും ഉറപ്പായിട്ടും നോക്കി കാണുന്ന അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഇത് എല്ലാവർക്കും ഒരു ഇത് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പം ഗോവയിൽ കളിക്കുന്ന ഒരുപാട് പ്ലേയേഴ്സൊക്കെ വരുമോ എന്നുള്ള ഒരു ചോദ്യമൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി തോന്നുന്നത് എന്താണെങ്കിലും അദ്ദേഹമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള പ്ലേയേഴ്സിനൊക്കെ ഒരു പ്രിഫറൻസ് തരണം. അദ്ദേഹത്തിൻ്റെ സിസ്റ്റവുമായിട്ടൊക്കെ ഇഴകിച്ചേർന്ന പ്ലേയേഴ്സ് ഒരുപാട് ഉണ്ടല്ലോ. ഇപ്പം ഹൈദരാബാദിലും ഗോവയിലും ഒക്കെ കളിച്ചുള്ളൂ. അപ്പം അവർക്ക് കോളപ്പ് കിട്ടും. പക്ഷേ അവരൊക്കെ നല്ല ലെവലിൽ ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കണം എന്നുള്ളൊരു ഫാക്ടറുണ്ട്. ഇപ്പം യാസർ ആണെങ്കിലും ബ്രാൻഡൻ ആണെങ്കിലും ജയ് ഗുപ്ത, ആകാശ് മിശ്രോ, ആശിഷ് റായ്, ഇങ്ങനത്തെ പ്ലേയേഴ്സൊക്കെ അവർ ഇപ്പോഴും നന്നായിട്ട് കളിക്കുന്ന പ്ലേയേഴ്സ് തന്നെയാണല്ലോ. ഒരിക്കലും പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ തന്നെ കളിച്ചിട്ടുള്ള പ്ലേയേഴ്സാണ്. ഇപ്പോൾ ഉദാന്ത സിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ കട്ടുമണി ആണെങ്കിലും അങ്ങനത്തെ ഇപ്പോൾ അത്ര ലെവലിൽ കളിക്കാത്ത പ്ലേയേഴ്സ് ഉണ്ടല്ലോ. അപ്പം ഇപ്പോഴും നന്നായിട്ട് കളിക്കുന്ന പ്ലേയേഴ്സിനെ എന്താണെങ്കിലും പ്രിഫറൻസ് ഉണ്ടാകും. അതുപോലെ തന്നെ ISL അദ്ദേഹം കീനായിട്ട് വാച്ച് ചെയ്യുന്നു. ഇന്ത്യൻ ഫുട്ബോൾ കുറേ നാളായിട്ട് അദ്ദേഹം വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അറിയാം ഏതൊക്കെ പ്ലേയേഴ്സിനെ എടുക്കണം അല്ലെങ്കിൽ ഏതൊക്കെ പ്ലേയേഴ്സ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നു എന്നുള്ളത് ഉറപ്പായിട്ടും അദ്ദേഹം വാച്ച് ചെയ്യുന്നു. പിന്നെ ISL തന്നെ അദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു സീസണിലും വർക്ക് ചെയ്യാൻ പോകുന്നതുകൊണ്ട് തന്നെ മറ്റ് ക്ലബ്സിൻ്റെ മാച്ചസും ഒക്കെ അദ്ദേഹം നിരന്തരം എല്ലാ മാച്ചസും കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ ഒരു പിക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ്, സാധ്യതകൾ ഉറപ്പായിട്ടും കൂടുതലാണ്. പിന്നെ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ HFCയിൽ അദ്ദേഹം ആദ്യ സീസണിൽ വരുമ്പോൾ ഒരുപാട് ഇഞ്ചുറീസ്, അങ്ങനെ വലിയൊരു സ്ക്വാഡൊന്നും ഇല്ലാണ്ടും ഉള്ള സ്ക്വാഡിനെ വെച്ച് അദ്ദേഹം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ യങ്സ്റ്റേഴ്സുമായിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യാനും അത് അവരെ ഉയർത്തിക്കൊണ്ടുവരാനും ഒക്കെ ഉള്ളൊരു കേപ്പബിലിറ്റി കാണിക്കുന്ന ഒരു പരിശീലനമാണ്. അപ്പോൾ അത് എങ്ങനെ വരുന്നു എന്നുള്ളത് നോക്കി കാണണം. പിന്നെ ഇദ്ദേഹം പറഞ്ഞൊരു കംപ്ലീറ്റ്ലി പൊസഷൻ ടിക്കിട്ടാക്കുക അങ്ങനെയൊന്നും ഫോളോ ചെയ്യുന്നൊരു കോച്ചല്ല. എങ്കിലും ഈ സ്പാനിഷ് ഫ്ലേവർ ഉള്ളൊരു കോച്ച് തന്നെയാണ്. ഇപ്പോൾ നാഷണൽ ടീമിലേക്ക് വരുമ്പോൾ അത് ഏത് തരത്തിലേക്ക് ആയിരിക്കും വരാൻ പോകുന്നത് എന്നുള്ളത് ഞാൻ നോക്കി കാണുന്നുണ്ട്. സോ അതൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. സോ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ആദ്യം ഇദ്ദേഹം വരുന്നു എന്നുള്ള നിലയിലേക്ക് വരുമ്പം മാർക്കസൊക്കെയാണ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഒഫീഷ്യലി ഉള്ളൊരു വാർത്തയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പാടും കമ്പോസ് ചെയ്യാൻ